ഹായ്, ഇത് ഞാൻ വളരെ സീരിയസ് ആയി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒരാളെ കളിയാക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. സിനിമാ കാഴ്ചക്കാരൻ നവാസിന്റെ കമന്റ് ബോക്സിൽ നവാസിനെ കളിയാക്കിക്കൊണ്ടും നവാസിനെ ചീത്ത വിളിച്ചും കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കേട്ട് നവാസ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സത്യത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നവാസ് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരാളല്ല. പുള്ളിയുടെ വിഷമം, സങ്കടം അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രതിപക്ഷ ബഹുമാനം അത് എല്ലാവരും കാണിക്കണം എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നവാസിന്റെ ഫീലിങ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മുൻപ് മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് മുന്നോട്ട് വരുന്നു. രണ്ടുപേരുടെയും സിനിമ ഇറങ്ങുമ്പോൾ ആരുടെ സിനിമ വിജയിക്കും, ആരുടെ സിനിമ വലിയ വിജയമാവും എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴോ മോഹൻലാൽ ഫാൻസും ചെയ്യുന്നത് ശരിയായിട്ടൊരു കാര്യമല്ല. നിരന്തരമായിട്ട് 200 കോടി നേടുക ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇടയ്ക്ക് 100 കോടി നേടുക, ഒരു 3 സിനിമ പരാജയപ്പെടുത്തുക, പിന്നെ ഒരു 50 കോടി, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. നവാസ് സിനിമകളുടെ കളക്ഷൻ നോക്കുന്നു. അയാൾ കാണുന്ന കാഴ്ച, മമ്മൂക്കയുടെ സിനിമ കേരളത്തിൽ നിന്ന് ഒരു 50 കോടി കിട്ടിയിട്ടില്ല, വേൾഡ് വൈഡ് ആയിട്ട് 100 കോടിയും കിട്ടിയിട്ടില്ല. ഫൈനൽ കളക്ഷൻ, അതായത് വേൾഡ് വൈഡ് മമ്മൂട്ടിയുടെ ഫൈനൽ കളക്ഷൻ 85 കോടി എന്നുള്ളതാണ് നവാസ് കാണുന്നത്. അപ്പുറത്തെ പേജിൽ മോഹൻലാലിനെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 119 കോടി, വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 145 കോടി. സങ്കടം വരില്ലേ? ഒരു പ്രതിപക്ഷ ബഹുമാനം അത് വേണ്ടേ? ഇവിടെ 100 കോടി സ്വപ്നത്തിൽ മാത്രമായി നിൽക്കുന്ന സമയത്ത് ഒരാൾ നിരന്തരമായിട്ട് വന്ന് 200 250 കോടിയും ഒന്ന് നേടിക്കൊണ്ടേയിരിക്കുന്നു. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് മത്സരം ഉണ്ടാവുന്നത്? അതിന്റെ ഒരു വിഷമത്തിലാണ് നവാസ് ഇരിക്കുന്നത്. നവാസിന്റെ ഈ സങ്കടം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സാധാരണ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ സങ്കടമായി കണക്കാക്കരുത്. നിങ്ങൾ മമ്മൂക്കയെ അത്രമാത്രം സ്നേഹിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു അന്തം ഫാനിന്റെ രോദനമായിട്ട് വേണം നിങ്ങൾ കാണാൻ. ആ ഒരു പരിഗണന നിങ്ങൾ കൊടുക്കണം. പാട്രിയറ്റ് എന്ന സിനിമ റിലീസായ സമയം സിനിമ കാണാൻ വന്ന മമ്മൂക്കിയുടെ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ഈ പറയുന്ന പാട്രിയറ്റ് കാണാൻ വരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഈ പുള്ളി പോയി ചോദിക്കുന്നു സിനിമ എങ്ങനെയുണ്ട് എന്ന്. അയാൾ പറയുന്നു കൊള്ളത്തില്ല എന്ന് പറയുന്നു. പിന്നെ കണ്ട കാഴ്ച അത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് ആ വീഡിയോ. ഞാനും ചെയ്തിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച്. അതായത് ഈ നവാസ് ആ പുള്ളിയെ തല്ലാൻ പോയി. അപ്പോൾ അവന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇന്നലത്തെ നവാസിന്റെ വീഡിയോയിൽ പറയുന്ന കാര്യം ശരിക്കും ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അതായത് ബാറോസ് എന്ന സിനിമ 100 കോടി നേടിയെന്ന് എല്ലാവരും തള്ളി. ഋഷഭ 100 കോടി നേടിയെന്ന് എല്ലാവരും തള്ളി. മരക്കാർ അറബിക്കടലിന്റെ സിംഹം 100 കോടി എന്ന് അവര് തള്ളിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പുള്ളിയുടെ മാനസികാവസ്ഥ എവിടം വരെ എത്തി എന്ന്. അതുപോലെ തന്നെ പുള്ളി പറയുന്നൊരു കാര്യമാണ്, ആശീർവാദ് സിനിമാസ് അടുത്തിറക്കിയ എല്ലാ സിനിമകളും 8 നിലയിൽ പൊട്ടി. പിന്നെ എങ്ങനെ എമ്പുരാൻ നിർമ്മിക്കാൻ 180 കോടിയോളം രൂപ ഇവർക്കുണ്ടായി? ആരൊക്കെയോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരെ ഒരു അന്വേഷണം വേണം, കള്ളപ്പണം, അങ്ങനെ ഇങ്ങനെ. നിങ്ങളാരും പുള്ളിയെ കുറ്റപ്പെടുത്തരുത്. പുള്ളിയുടെ അവസ്ഥ മോശമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പുള്ളി ദൃശ്യം 3യുടെ 330 കോടി പോസ്റ്റർ അതിപ്പോഴും വിട്ടിട്ടില്ല. അതിൽ 30-ാം ദിവസത്തിലേക്ക് എന്നുള്ളൊരു സംഭവമുണ്ട്. ആ 30-ാം ദിവസം ഇതുവരെയും പുള്ളി മറന്നിട്ടില്ല. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പല ആൾക്കാരും കമന്റായി രേഖപ്പെടുത്തുന്നുണ്ട്, അതിൽ 30-ാം ദിവസത്തിലേക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്, 30-ാം ദിവസം എന്നുള്ളതല്ല എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല. അതിൽ 30 എന്ന് ഞാൻ കണ്ടു. അപ്പോൾ അവര് 30 ദിവസം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ ലോകയെ തീർക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ പോസ്റ്ററാണ്. ലോകം 302 കോടി നേടി. അതൊക്കെ പുള്ളിക്ക് കൃത്യമായി അറിയുന്നുണ്ട്. അതായത് ലോകയ്ക്ക് 302 കോടി കിട്ടി എന്നുള്ളത് പുള്ളി വിശ്വസിക്കുന്നുണ്ട്. ട്രാക്കേഴ്സിന്റെ കണക്കിലാണ് ഈ ലോകം 302 കോടിയും വാഴ 2 235 കോടിയും ദൃശ്യം 3 240 കോടിയും ഒക്കെ ഉള്ളത്. അതിൽ വാഴ 2വിന്റെ കളക്ഷനും ലോകയുടെ കളക്ഷനും പുള്ളി വിശ്വസിക്കുന്നു. ദൃശ്യത്തിന്റെ കളക്ഷൻ വിശ്വസിക്കില്ല. അരിയാഹാരം കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. എന്താ ചെയ്യാ? നിങ്ങളെല്ലാവരും വിചാരിക്കും സിനിമയെക്കുറിച്ച് ഒരുപാട് അറിയുന്ന വ്യക്തിയാണ് ഈ പുള്ളി എന്ന്. പുള്ളി വെറും പാവമാണെന്നേ. പുള്ളിയെ ഞാൻ എന്തായാലും ഇനി ദ്രോഹിക്കാൻ ശ്രമിക്കുന്നില്ല. പുള്ളി എന്തു പറഞ്ഞാലും ശരി ശരി എന്ന് പറഞ്ഞ് തലയാട്ടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. നിങ്ങളും അങ്ങനെ തന്നെ ആവണം. അത് വെറും പാവമാണെന്നേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ മോഹൻലാൽ നിരന്തരമായിട്ട് 200 കോടി 250 കോടി നേടിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ മറ്റൊരാൾ 50 കോടിയും 100 കോടിയും നേടാൻ കഷ്ടപ്പെടുന്നു. 85 കോടി ഫൈനൽ കളക്ഷൻ ആയിരിക്കുന്നു. മോഹൻലാലിന്റെ കേരള കളക്ഷൻ തന്നെ 119 കോടി, വിദേശ കളക്ഷൻ മാത്രം 145 കോടി. മമ്മൂക്കയെ അത്രമാത്രം സ്നേഹിക്കുന്ന നവാസിന് സങ്കടമുണ്ടാവില്ലേ? അവന്റെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരണം. എന്തായാലും നവാസിക്കയുടെ അഭ്യർത്ഥന പ്രകാരം ഒരു അന്വേഷണം നമുക്കിവിടെ ആരംഭിക്കാം. എങ്ങനെ മോഹൻലാലിന്റെ സിനിമകൾ മാത്രം 200 കോടിയും 300 കോടിയും നേടുന്നു, മറ്റുള്ള ആർക്കും അതിന് സാധിക്കുന്നില്ല? ആ ഒരു അന്വേഷണം നമുക്ക് ഇവിടെ നടത്തണം. എന്നാലേ ഇവരൊക്കെ പഠിക്കൂ. ശരിക്കും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ മോഹൻലാലിന്റെ സിനിമകൾക്ക് ആവറേജ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും അടിച്ചു കയറുന്നു. അതായത് ഫാമിലീസ് എല്ലാം അടിച്ച് കയറുകയാണ്. മമ്മൂട്ടിയുടെ സിനിമകൾക്ക് പോസിറ്റീവ് വന്നാലും ഇവരാരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലുമില്ല. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. എല്ലാവരുടെ സിനിമയ്ക്കും ഒരുപോലെ നിങ്ങൾ തിയേറ്ററിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭിപ്രായം. നവാസിനെ പോലുള്ള പാവം നിഷ്കളങ്കന്മാരായിട്ടുള്ള അന്തം ഫാൻസിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവര് പൊട്ടിക്കരഞ്ഞു എന്ന് വരും. എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നവാസിക്കയെ കുറിച്ച് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല. പാവമാണെന്നേ, എന്തിനാ വെറുതെ? അയാളുടെ അവസ്ഥ അയാൾക്ക് മാത്രമേ അറിയൂ. അയാളുടെ ആ ദുഃഖത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. എനിക്ക് മമ്മൂക്കിയോട് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ. ആ ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്, ഈ പുള്ളിയുടെ കരച്ചിൽ തീർക്കാനെങ്കിലും അങ്ങൊരു 100 കോടി തിയേറ്റർ കളക്ഷനിലൂടെ നേടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.